ഈ ഒരു കാറിങ്ങാണ് വാങ്ങാണ്. ഈ കാറിന്റെ കൂടെ നമുക്കൊരു കാറാണ് ഫ്രീ ആയിട്ടാണ് ബഷീർക്ക് തരാൻ പോകുന്നത്. ഇതിന്റെ പ്രൈസും കേട്ടങ്ങൾ നട്ടും. അപ്പൊ ഈ ഒരു പ്രൈസിന് 2 കാർ 24 വരെ മൈലേജ് കിട്ടുന്ന റെനോൾട്ടിന്റെ സ്കാലയാണ്, ഡീസൽ വണ്ടിയാണ്, ഏറ്റവും ടോപ്പ് ലോഡ്. ബഷീർക്ക് എത്ര രൂപ കൊടുക്കാൻ പറ്റും? 2013 മോഡൽ വണ്ടിക്ക് ഈ 2 ലക്ഷം റുപ്യ കൊടുക്കുമ്പോ ആൾക്കാർ ചോദിക്കും ഇത് കേടുന്നായിട്ട് കൊടുക്കണം. അല്ല, ഇറന്റ് ഞങ്ങളെ വാർഷികം അങ്ങനെ കൊടുക്കണേ. ഒരു കാർ എടുത്താൽ ഒരു കാർ ഫ്രീ, 2 ലക്ഷം റുപ്യക്ക്. അപ്പൊ ഈ ഒരു കാർ വാങ്ങി നമുക്ക് ഒരു കാർ ഫ്രീ ആയിട്ടാണ് നമുക്ക്. കാർ വേണ്ടാത്തവർക്ക് അതിന്റെ പൈസ കുറച്ച് കൊടുക്കും ചെയ്യില്ല. അടുത്ത നമ്മളൊരു വാഗ്നർ. ഈ വാഗ്നർ നമുക്ക് എത്ര രൂപ കൊടുക്കാൻ പറ്റും? പുതിയ 5 കൊല്ലം പേപ്പർ എടുത്ത വണ്ടി വെറും 1.30. അതന്നെ ഒരു ബ്ലാക്കിൽ വരുന്ന ഒരു വാഗ്നർ. ഇത് എത്ര രൂപ കൊടുക്കാം? 70 റുപ്യ കൊടുക്കാം. 70 രൂപ ഇറക്കാൻ പറ്റും. ഇതാണ് ഏതൊരു കസ്റ്റമർ വന്നാലും ഒരു 20 റുപ്യ നമുക്ക് കൊണ്ടാൻ പറ്റുന്ന നല്ലൊരു മൈലേജ് കിട്ടുന്ന മോഡൽ കൂടിയ ഒരു ഡാറ്റ്സന്റെ റെഡി. 18 മോഡല്, സിംഗിൾ ഓണർഷിപ്പ്, 1.70 കേട്ടോ. അടുത്ത തവണ നമുക്കൊരു EMI നോക്കണേ. ഒരു 3000 റുപ്യക്കൊക്കെ ഒരു മാസം നിങ്ങൾ മാറ്റി വെക്കണേ. ഒരു ബൈക്കിന്റെ EMI ഒരു സ്കൂട്ടറിന്റെ EMI കൊണ്ടാൻ പറ്റുന്ന കാർ ഇല്ല, 1.40 ഒരു 40 റുപ്യ വേണ്ടി 13 മോഡല്. അതേപോലെ തവണ ഏറ്റവും ഫുൾ ലോഡിൽ ഒരു അൾട്ടോ നല്ലൊരു ഓഫർ പ്രൈസിന് എത്ര രൂപ കൊടുക്കാൻ പറ്റും? 70 റുപ്യ. വെറും 70 രൂപ കേട്ടോ. 50,000 രൂപ എനിക്ക് കൊണ്ടാൻ പറ്റുന്ന ഒരു 7 സീറ്റർ. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ കിലോമീറ്റർ ആണ്, 18-20 മൈലേജ് കിട്ടുന്ന ഒരു 7 സീറ്റർ. അതും ഇത്രയും കാലം ടച്ചപ്പ് കയറിയിട്ടില്ല. അതും സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന നിസാന്റെ ഡാറ്റ്സന്റെ റെഡി ഗോ പ്ലസ് ഇല്ല. ബഷീർക്ക് എങ്ങനെയായിരുന്നു മോഡൽ? സിംഗിൾ ഓണർഷിപ്പ് ആണ്, ഒരു 50,000 ഓടിയിട്ടുള്ളൂ. തട്ടുമുട്ട് ഒന്നുമില്ല. ഇന്നും ആ ഒരു പുതിയ വാഹനത്തിന്റെ അതേ ഫീല് കിട്ടുന്ന അതേപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു 7 സീറ്റർ വെക്കാൻ പറ്റിയ വണ്ടിയാണ്. ടച്ചപ്പ് കയറിയിട്ടില്ല. ഒരു 50,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ്, 50,000 രൂപയുടെ നമുക്ക് വണ്ടി ഉണ്ടാവും. ബഷീർ ഖാന്റെ അടുത്താണ്, ബിസ്മിയിലാണ്. ഒത്തിരി നല്ല കളക്ഷൻസ് ഉണ്ട്. മാക്സിമം പ്രൈസ് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട, മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടിക്ക് അടുത്തുള്ള ഓലപ്പിടിയ.